അതേസമയം ന്യൂസ് ടെൻസിന്റെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളിൽ ഒന്നായിരുന്നു വയനാട്ടിലെ അതിജീവനത്തിന്റെ പോരാട്ടത്തിന്റെ പാതയിൽ ഉള്ളവരുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ എവിടെ എത്തി നിൽക്കുന്നു എന്നത്. പ്രത്യേകിച്ച് ദുരന്ത ബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുകയും അതിന്റെ താക്കോൽ വിതരണം നടത്തുകയും ചെയ്തിരുന്നു സർക്കാർ. എന്നാൽ പണിതീരാത്ത വീടാണ് സർക്കാർ ജനങ്ങൾക്ക് നൽകിയത് എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. അതേസമയം കോൺഗ്രസ് ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത വീടുകൾ എവിടെ, അതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പോലും ആരംഭിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന മറുചോദ്യവും ഉയർന്നിരുന്നു. എന്തു തന്നെയാണ് എങ്കിലും അതിജീവനത്തിന്റെ പാതയിലുള്ള വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക് ഇത് വീണ്ടും കാത്തിരിപ്പിന്റെ വിഷുക്കാലം ആണ്. ടൗൺഷിപ്പുകളുടെ വീടുകളുടെ നിർമ്മാണം വൈകുന്നതിനാൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് ഇനിയും പുതിയ വീടുകളിൽ താമസം തുടങ്ങാൻ സാധിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടി, അതായത് ഈ ഗുണഭോക്താക്കളുടെ വീടുകൾ നൽകിയത് മാർച്ച് 1 എന്നതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ ആ മാർച്ച് 1 ശേഷം ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ പോലും അവർക്ക് അവിടെ താമസിക്കാൻ സാധിക്കാത്ത പശ്ചാത്തലമാണ് ഉണ്ടായത്. അപ്പോൾ ഇനി എന്നാണ് അവർക്ക് താമസിക്കാൻ സാധിക്കുക എന്ന് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചിരുന്നു. അതിന് മുഖ്യമന്ത്രി നൽകിയ ഒരു മറുപടിയുണ്ട്. ആ മറുപടി എന്ത് എന്നത് നമുക്ക് ഒന്ന് കേൾക്കാം. അതൊക്കെ എല്ലാവർക്കും പോയി നോക്കാവുന്ന കാര്യമല്ലേ. ഈ 178 വീടിന്റെ അവസ്ഥ എന്താണ്? അവിടെ ഞങ്ങൾ ചെയ്ത കാര്യം ആ ദുരന്തബാധിതരെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തുകൊണ്ട കാര്യങ്ങളാണ്. അവരുമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യവും നീക്കിയത്. വീട് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇവരെ വിളിച്ചു. അപ്പോൾ അവര് അവിടെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങേണ്ടതുണ്ട്. വീട് പൂർണ്ണമായി താമസിക്കുന്നതിന് വിഷമമില്ല, പക്ഷേ മാലിന്യനിർമ്മാർജ്ജനം അതുപോലുള്ള കാര്യങ്ങൾ കൂടി ഒരുങ്ങേണ്ടതുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ താമസിക്കുന്നത് അതുകൂടി ഒരുങ്ങിയതിന് ശേഷമാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ അവകാശ രേഖ പട്ടയം തന്നാൽ മതി. ഇത് അവരുമായി ചർച്ച ചെയ്ത കാര്യമാണ്, അവരുടെ അഭിപ്രായമാണ്. അപ്പോൾ വിഷുവിന് മുൻപ് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നും പറഞ്ഞു. വിഷുവിന് മുമ്പ് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുങ്ങുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിഷു ഇപ്പോൾ അടുത്തല്ല, ഏതായാലും അത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ അഭിപ്രായം കൂടി മാനിച്ചാണ് അത്തരമൊരു നിലപാടെടുത്തത്. ഇതൊന്നും അവരെ യേശുന്ന കാര്യമല്ല കേട്ടോ. അവരെ ആർക്കും തിരിതിരിപ്പിക്കാൻ കഴിയില്ല. അവരുടെ ജീവിതാനുഭവത്തിലുള്ള കാര്യമാണ്. അവര് സർക്കാരിന്റെ നിലപാട് പൂർണ്ണമായിട്ട് അംഗീകരിച്ച് തന്നെയാണ് നിൽക്കുന്നത്. യെസ്, ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അതിൽ മുഖ്യമന്ത്രി പറഞ്ഞവസാനിപ്പിച്ചത് ശരിയാണ്. ഇതൊന്നും അവരെ യേശുന്ന കാര്യമല്ല. അവർക്കിപ്പോൾ ഇതിനെയൊന്നും എതിർക്കാനുള്ള ശേഷിയില്ല. കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോയവർ ആണ് അവിടെയുള്ളവർ. അവർക്ക് എങ്ങനെയെങ്കിലും ഒരു പുതിയ വീട് സാധ്യമാകണമെങ്കിൽ അതിന് മറ്റാരുടെയെങ്കിലും ഒക്കെ സഹായം വേണം. ആ സഹായം ഇന്ന് നൽകണം, ഇപ്പോൾ നൽകണമെന്നൊന്നും അവർക്ക് വാശി പിടിക്കാൻ സാധിക്കില്ലല്ലോ. പക്ഷേ അവർക്ക് ആ വീട് എത്രയും പെട്ടെന്ന് ഒരുക്കി നൽകുക എന്നത് തന്നെയാണ് രാഷ്ട്രീയത്തിനപ്പുറത്ത് നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തം. വീട് കൈമാറിയാൽ പോരാ, അവർക്ക് താമസിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുക എന്നതാണ്. അപ്പോൾ മാർച്ച് 1 താക്കോൽദാനം നിർവഹിച്ചത്. അതിനുശേഷം 1.5 മാസം പിന്നിട്ടിരിക്കുന്നു, 45 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം മാത്രമല്ല ഉണ്ടായത്. റവന്യൂ മന്ത്രി കെ രാജനും ഇതുമായി ബന്ധപ്പെട്ട വിമർശനത്തിന് മറുപടി നൽകിയിരുന്നു. ആ മറുപടിയും നമുക്കൊന്ന് കേട്ടുനോക്കാം. അവിടുത്തെ 178 കുടുംബങ്ങളുമായി കളക്ടർ നേരത്തെ സംസാരിച്ചതാണ്. അവർക്ക് ഏതു സമയത്താണ് താമസിക്കാൻ തയ്യാറാക്കി കൊടുക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് നോക്കിയതാണ്. ഞാൻ ആ വീടുകളിലെല്ലാം പോയി. സാധാരണ നിലയിൽ താമസിക്കാൻ ഒരു പ്രതിസന്ധിയും പ്രയാസമില്ല. പക്ഷേ അവരുടെ ഫുൾ ഫിനിഷിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അവരുടെ കൂടി ഇംഗിതങ്ങൾ കേട്ടും കണ്ടും. അതുകൊണ്ട് അവരോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ വീടുകൾ എല്ലാവരും കണ്ടു, എല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടു. ആ വീടുകളിൽ ചെറുതും വലുതുമായിട്ടുള്ള ചില പോരായ്മകളുണ്ടെങ്കിൽ അത് തീർക്കാൻ ആവശ്യമായിട്ടുള്ള സമയം കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. യെസ്, ഇതായിരുന്നു റവന്യൂ മന്ത്രിയും നൽകിയ ഉറപ്പ്. ഇതോടൊപ്പം നമുക്കറിയാം, ഈ വീട് നിർമ്മാണത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ഒരു മത്സരം നിലനിന്നിരുന്നു എന്നത് അവകാശവാദങ്ങൾ ഉൾപ്പെടെ. അവിടെ മുസ്ലിം ലീഗും വീടുകൾ നിർമ്മാണം പൂർത്തിയാക്കി കൈമാറിയ സാഹചര്യം ആണ് ഉള്ളത്. പക്ഷേ അവിടെയും താമസക്കാർ എത്താത്ത ഒരു സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത്. വാടക വീടുകളിലും ബന്ധുവീടുകളിലും പരിമിതമായ സൗകര്യങ്ങളിൽ ആണ് ഇത്തവണ ഈ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്തബാധിതർ വിഷു ആഘോഷിക്കുന്നത് എന്നതാണ്. എന്താണ് അവിടുത്തെ ഒരു നേർചിത്രം എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി സർക്കാർ പണി കഴിപ്പിച്ച ടൗൺഷിപ്പിന് മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ ഒരു ടൗൺഷിപ്പിന്റെ മുമ്പിൽ നിന്ന് തന്നെ നമ്മൾ പലതവണ വാർത്തകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാനിവിടെ വരാൻ കാരണം ഈ ടൗൺഷിപ്പിലെ 178ഓളം വീടുകൾ ഒരു
1.5 മാസം മുമ്പ് സർക്കാർ ഗുണഭോക്താക്കൾക്ക് നൽകിയെങ്കിലും ഇവിടെ ആരും തന്നെ താമസം ഇല്ല എന്നുള്ളതാണ്. കാരണം ഇതുവരെ പണി പൂർത്തിയായിട്ടില്ല. ഒരുപക്ഷെ ഇരു മുന്നണികളും ഇലക്ഷൻ ആയുധമായി അല്ലെങ്കിൽ ഒരു പ്രചരണ ആയുധമായി തിരഞ്ഞെടുത്തത് ഈ ടൗൺഷിപ്പും അതുപോലെ തന്നെ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുമാണ്. എന്നാൽ ഇപ്പം നമ്മളുള്ളത് സർക്കാരിൻ്റെ വീടാണ്. ഈ സർക്കാരിൻ്റെ വീട് ഈ 178ഓളം വീടുകൾ അന്ന് ഉദ്ഘാടനം നടത്തി താക്കോൽ കൈമാറി എന്നൊക്കെ പറഞ്ഞെങ്കിലും, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ താമസം ആരംഭിക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോഴും ഇതിൻ്റെ പണികൾ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് തന്നെ ഇവിടെ നോക്കിയാൽ അറിയാം, ഇപ്പോഴും ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് കുറഞ്ഞ വീടുകൾ മാത്രം പണി പൂർത്തിയായി എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ സൗകര്യമോ അല്ലെങ്കിൽ ഡ്രൈനേജിൻ്റെ പണികളോ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് അറിയുന്നത്. പല സ്ഥലങ്ങളിലേക്കും വെള്ളം എത്തിയിട്ടില്ല, അതുപോലെ തന്നെ പണികൾ പലതും പൂർത്തിയായിട്ടില്ല എന്നുമൊക്കെയാണ് ഇവിടെ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ 178 വീടുകൾ സർക്കാർ കൊടുക്കുമ്പോൾ അടുത്ത ദിവസം തന്നെ അവർക്ക് താമസിക്കാനുള്ള ഒരു ഉറപ്പിന്മേലായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. തന്നെ പല ബൈറ്റുകളും നമ്മൾ രാഷ്ട്രീയ നേതാക്കളുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ബൈറ്റുകൾ നമ്മൾ വിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഇലക്ഷൻ അടുത്തോടുകൂടി തന്നെ അതുമായി ബന്ധപ്പെട്ട് യാതൊന്നുമില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ ഈ വിഷുവിന് ഇവിടെ കുറച്ച് ആളുകൾ ഈ വീട് പാല് കാച്ചും എന്ന് പറഞ്ഞിരുന്നു. അത് വെച്ച് നമ്മൾ കുറച്ച് വീട്ടുകാരെ കാണാമെന്ന് കരുതിയാണ് വന്നത്. പക്ഷേ ആർക്കും അത്തരത്തിൽ പാല് കാച്ചലോ അല്ലെങ്കിൽ വീട്ടിൽ കൂടലോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സങ്കടകരമായ അവസ്ഥ. ഇവിടെ നമ്മൾ ടൗൺഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ഒരു ദുരന്തം നടന്നപ്പോൾ നിരവധി ആളുകളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും ഒക്കെയായി ഏതാണ്ട് 740 കോടിയോളം സർക്കാരിൻ്റെ കയ്യിൽ ലഭിച്ചുവെങ്കിലും ഇത് ഇങ്ങനെ ഒരു മന്ദഗതിയിൽ ഇത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണുള്ളത്. ഏതാണ്ട് 300 കോടിക്ക് അടുത്ത് മാത്രമേ ഈ ഒരു ടൗൺഷിപ്പിന് ചെലവ് വരുവുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ബാക്കി പണം സർക്കാരിന്റെ കയ്യിൽ തന്നെ കിടക്കുകയാണ്. എന്നാൽ ഇതേപോലെ തന്നെയാണ് കോൺഗ്രസിന്റെ വീടും. കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീട് അവിടെ തറക്കല്ലിൽ മാത്രം ഒതുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതും രാഷ്ട്രീയ തന്ത്രമായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതും, അല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ ഒരു തറക്കല്ലിടലും അതുപോലെ തന്നെ അടുത്ത ദിവസം തന്നെ പണി തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിലും അതിന്റെ യാതൊരു പ്രാരംഭ നടപടികളും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതും ഇവിടെ നമുക്ക് എടുത്തു പറയാം. അപ്പോൾ കോൺഗ്രസും അതുപോലെ തന്നെ സർക്കാരും ഇതേപോലെ തന്നെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പറ്റിക്കുക എന്നല്ല, ഒരുപക്ഷെ സമയബന്ധിതമായി കാര്യങ്ങൾ നടത്താതെ അവർക്കൊരു ആശ കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, ലീഗിന്റെ വീടും ഇതുപോലെ തന്നെ ഈ സർക്കാർ ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനത്തിന്റെ മുമ്പ് നടന്നതാണ്. ഏതാണ്ട് 50ഓളം വീടുകൾ പണി പൂർത്തിയായി അവർക്ക് ആ വീടുകൾ കൈമാറി. പക്ഷേ ഇപ്പോൾ അവിടെയും ആരും താമസമില്ല. പക്ഷെ അവിടെയും പറയുന്നത് പല കാരണങ്ങളാണ്. നമുക്കത് വിശ്വസിക്കാൻ കഴിയുമെന്നറിയില്ല. കാരണം ഈ പട്ടയം അവർക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ പട്ടയ കൈമാറ്റം നടന്നിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ പട്ടയ കൈമാറ്റം നടന്നിട്ടില്ലെങ്കിലും അവർക്ക് താമസിക്കുന്നതിനുള്ള എല്ലാ രേഖകളും അല്ലെങ്കിൽ അതിനുള്ള എല്ലാ അവകാശങ്ങളും അവർക്ക് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ നേതാക്കൾ പറയുന്നത് അവിടെ താമസിക്കുന്ന എല്ലാവർക്കും കൂടി അവിടെ ഒരു ഹൗസ് വാമിംഗ് നടത്തണം, അല്ലെങ്കിൽ നേതാക്കളെ എല്ലാവരെയും വിളിച്ച് ഒരു വീട്ടുകൂടൽ ചടങ്ങ് നടത്തണം. അതിനു വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ നേതാക്കളെ എല്ലാവരെയും കൂട്ടി എപ്പോഴാണ് ചടങ്ങ് നടത്തുക എന്ന് നമുക്കറിയില്ല. എന്തായാലും ലീഗിന്റെ വീടുകളിലും ആളുകൾ താമസമാക്കിയിട്ടില്ല. ഇവിടെ തന്നെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസം, ഒരു വിഷു ദിവസം, ഇവിടെ ആളുകൾ പാല് കാച്ചുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ വന്നത്. പക്ഷെ അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു ദുരന്ത ബാധിതർ അല്ലെങ്കിൽ തങ്ങളുടേതല്ലാത്ത കാരണത്താൽ അവർ ഒരു ദുരന്തം അനുഭവിക്കുകയും നിരവധി ആളുകൾ അവർക്ക് സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തെങ്കിൽ പോലും അവർക്ക് അത് അവരുടെ കൈകളിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് നമുക്കൊരു സങ്കടകരമായ കാര്യം തന്നെ ആയിട്ട് പറയാൻ കഴിയും. എന്തായാലും ഒരുപക്ഷെ ഈ വീടുകൾ കൃത്യസമയത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇവർക്ക് ഈ വീടുകൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഈ വിഷുവിനും ദുരന്ത ബാധിതർ വാടക വീടുകളിൽ വിഷു ആഘോഷിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. എത്രയും പെട്ടെന്ന് അവർക്ക് വീട് കിട്ടണേ, അല്ലെങ്കിൽ അവർക്ക് അവിടെ താമസയോഗ്യമാകണേ എന്ന് മാത്രമാണ് നമ്മളുടെയും ആഗ്രഹം. എന്തായാലും എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് കൽപ്പറ്റയിൽ നിന്ന് ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. യെസ്, എല്ലാവർക്കും വിഷു ആശംസകൾ നേരുമ്പോൾ പോലും വയനാട്ടിലെ കൽപ്പറ്റയിലെ ചൂരമലയിലെ ദുരന്ത ബാധിതർക്ക് ഈ വിഷു അങ്ങേയറ്റം സങ്കടം നിറഞ്ഞത് തന്നെയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ കുടുംബാംഗങ്ങളെ മുഴുവൻ പുനരധിവസിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തുക സർക്കാരിൻ്റെ ഖജനാവിലേക്ക് എത്തിച്ചിരുന്നു എന്നത് തന്നെയാണ് വസ്തുത. അവിടെ സർക്കാർ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുക, അതോടൊപ്പം തന്നെ നിർമ്മാണവുമായി മുന്നോട്ട് പോവുക, അതുമാത്രമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്തം ആയിരുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ഫെബ്രുവരി 25 വൈകിട്ട് 4 മണിക്കായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നടത്താനിരുന്നത്. അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ആയിരുന്നു അങ്ങനെ നേരത്തെ തീരുമാനിച്ചത്. എങ്കിൽ പിന്നീട്
തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകുന്നു എന്നറിയുന്നു. ഒരു അവധി ദിവസം കൂടി കണക്കിലെടുത്തുകൊണ്ട് മാർച്ച് 1 ഉദ്ഘാടനം മാറ്റുകയാണ്. അന്നത്തെ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. വലിയ പന്തലുകൾ ഉണ്ടായിരുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കം നൂറുകണക്കിന് ആളുകൾ അവിടെ എത്തിയിരുന്നു. വലിയ ആഘോഷ പശ്ചാത്തലത്തിൽ എല്ലാം പൂർത്തിയായതിൻ്റെ ഒരു പ്രതീതിയായിരുന്നു അന്ന് നമ്മൾ കണ്ടത്. എങ്കിൽ പിന്നീട് ജയരാജ് ഈ വിഷുദിനത്തിൽ അവിടെ എത്തുമ്പോൾ നമുക്ക് കൂട്ടിയിട്ടിരിക്കുന്ന കല്ലുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. റോഡുകളുടെ നിർമ്മാണം എവിടെയും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഡ്രെയിനേജുകൾ എവിടെയും എത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് 410 വീടുകൾ ആണ് ഈ ടൗൺഷിപ്പിന്റെ ഭാഗമായി നിർമ്മിക്കേണ്ടത്. എങ്കിൽ അതിൽ 178 വീടുകളുടെ താക്കോൽദാനമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ആ വീടുകളുടെ അവസ്ഥയാണ് ആ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടത്. ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചതാകട്ടെ 2025 മാർച്ച് 27 എന്നത് കൂടിയാണ് എടുത്തു പറയേണ്ടത്. അതായത് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു വർഷം കഴിയുമ്പോഴും ഈ നിലയിലാണ് നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ്. അതോടൊപ്പം ലീഗിന്റെ വീടുകളിലും ഇപ്പോഴും ഈ വാസം ആരംഭിക്കാൻ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല. കോൺഗ്രസ് അവകാശപ്പെട്ട വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ പോലും നടന്നിട്ടുമില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ വലിയ വാഗ്ദാനങ്ങളായി എല്ലാവരും അവകാശപ്പെടുന്നുണ്ട്. എങ്കിലും എന്താണ് അവിടുത്തെ നേർസാക്ഷ്യം എന്നത് തന്നെയാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി എത്തിക്കുന്നത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ജയരാജ് തന്നെയാണ് ഒപ്പം ചേരുന്നത്. ജയരാജ്, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ വിഷുവിന് കയറി താമസിക്കാൻ പറ്റുന്ന തരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം നടന്നില്ല എന്നത് ഈ ദിവസം നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇനിയും ദിവസങ്ങളെടുക്കും നിർമ്മാണം പൂർത്തിയാക്കാൻ. അതായത് വീടൊരുങ്ങി, പക്ഷേ അവർക്ക് ഡ്രെയിനേജ് സംവിധാനമില്ല, അവർക്ക് കുടിവെള്ളമില്ല. പിന്നെ എന്താണ് ഒരു വീട് എന്ന് പറയുന്നത്? 4 ചുവരുകളും അതിന് മുകളിലുള്ള കോൺക്രീറ്റും അല്ലെങ്കിൽ അതിനകത്തുള്ള ഫർണിച്ചറുകളും ഒന്നുമല്ലല്ലോ. അത് വാസയോഗ്യം കൂടിയാകണമല്ലോ. അതിനിനിയും കാത്തിരിക്കേണ്ടതായി വരും ഈ ദുരിതബാധിതർ എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, തീർച്ചയായും 2024 ജൂലൈ 30 പുലർച്ചെയാണ് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ നൽകിയ ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തം വയനാട് ജില്ലയിൽ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ അവിടെ നിരവധി ആളുകൾ മരണപ്പെട്ടു, നിരവധി ആളുകൾ ഒരു കുട്ടിയതെല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയൊക്കെ ഉണ്ടായെങ്കിൽ പോലും ജനങ്ങളും സന്നദ്ധ സംഘടനകളും ചേർന്ന് ഏതാണ്ട് 740ഓളം കോടി രൂപ സർക്കാരിന്റെ ഖജനാവിലേക്ക് നൽകിയെങ്കിലും ഈ 2 വർഷം തികയുമ്പോൾ, അതായത് ഈ ജൂലൈ വരുമ്പോൾ ഏകദേശം 2 വർഷം തികയാണ്, ഇതുവരെ അവർക്കൊരു വാസസ്ഥലം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. നമുക്കറിയാം, ഈ ഒരു ടൗൺഷിപ്പിന്റെ നിർമ്മാണം ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആ ഒരു സമയത്തൊക്കെ തന്നെയാണ് ഇത് നടക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ഉദ്ഘാടനം ഒരു സമയം പറഞ്ഞു. പക്ഷെ അത് പൂർത്തിയാകാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിർമ്മാണം പൂർത്തിയാകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അത് മാർച്ച് 1 വെച്ചു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫെബ്രുവരിയിൽ ഇവരുടെ നറുക്കെടുപ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. നറുക്കെടുപ്പ് ഓരോ ആളുകളുടെ, അതായത് 178 വീടിന്റെ നറുക്കെടുപ്പ് നടക്കുന്ന സമയത്ത് അതിന്റെ പിറ്റേ ദിവസം തന്നെ അവർക്ക് അവിടെ അവരുടെ മതാചാരമായ ചടങ്ങുകൾ നടത്താം, അതായത് വീട്ടിൽ കൂടുന്നതിന് മുമ്പ് എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതെല്ലാം ഒരു പറച്ചിൽ മാത്രമായിരുന്നു എന്നുള്ളത് പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ഇത് മാർച്ച് 1 മാറ്റിയത്. പക്ഷെ മാർച്ച് 1 ഏതാണ്ട് വലിയ, അല്ലെങ്കിൽ വയനാട് കണ്ടതിൽ ഏറ്റവും വലിയ രീതിയിലുള്ള ആഘോഷപരമായിട്ട് തന്നെ ഈ ഒരു താക്കോൽദാനം നടന്നെങ്കിലും ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞിട്ടും ഈ 178 വീടുകളിലും ആളുകൾക്ക് താമസിക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു വിരോധാഭാസമായിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇവിടെ ഇതിനു മുമ്പ് തന്നെ പലരും പറഞ്ഞിരുന്നു, ഈ വിഷുവിന് കുറെ ആളുകൾ അവിടെ വീട്ടിൽ കയറിക്കൂടും. അത് പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് അവിടെ എത്തിയത്. പക്ഷേ അത്തരത്തിൽ യാതൊരു അനക്കങ്ങളും അവിടെ ഇല്ല. ഇപ്പോൾ ജോലിക്കാരില്ല. അതേപോലെ തന്നെ ഈ 178 വീടുകളുടെ താക്കോൽദാനം നടക്കുന്ന സമയത്ത് പറഞ്ഞത് മെയ് 31 പറഞ്ഞ 410 വീടുകളിലും ആളുകൾ താമസിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് ഇനി 2-6 മാസം കഴിഞ്ഞാൽ പോലും ഈ 178 വീടുകളിൽ താമസിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല. നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഏതാണ്ട് ഒരു 40ഓളം വീടുകളുടെ പണി, അതായത് 178 വീടുകൾ 40ഓളം വീടുകളുടെ പണി പൂർത്തിയായെങ്കിലും അവിടെ ഡ്രെയിനേജ് സംവിധാനങ്ങളില്ല. അതുപോലെ തന്നെ വാട്ടർ കണക്ഷന്റെ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നൊക്കെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു ടൗൺഷിപ്പ് വലിയ ഒരു അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക്, ഞാൻ ഇന്ന് അവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ ചില ആളുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗുണഭോക്താക്കൾ. പക്ഷെ അവരവരുടെ വിഷമം നമ്മളോട് പറഞ്ഞെങ്കിൽ പോലും അവർ ക്യാമറ അഭിമുഖീകരിക്കാൻ അവർക്ക് എന്തോ ഒരു മടിയുള്ളത് പോലെ നമുക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കൂടുതൽ നിർബന്ധിച്ചില്ല എന്നുള്ളൂ. എന്തായാലും ഇന്നത്തെ ഒരു വിഷുദിനം അവർക്ക് ഈ ഒരു വാടക വീട്ടിലോ അല്ലെങ്കിൽ കുടുംബ വീടുകളിലൊക്കെ തന്നെ ആഘോഷിക്കേണ്ട ഒരവസ്ഥയാണ് വന്നിട്ടുള്ളത്. ഇവിടെ പണത്തിന്റെ കുറവല്ല, കാരണം പണം ആവോളമുണ്ട്. 300 കോടി രൂപയോളം മാത്രമേ ഈ ഒരു ടൗൺഷിപ്പിന് ചെലവ് വരുള്ളൂ. 740 കോടി തന്നെ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. കൂടാതെ കേന്ദ്ര അനുവദിച്ച ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പണമല്ല ഇവിടുത്തെ പ്രശ്നം. ഇനി എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഈ വീടുകൾ എപ്പോൾ തീരും എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള ഒരു ഉറപ്പുമില്ലാത്ത രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അഭിലാഷ്,
യെസ്, രാഷ്ട്രീയ പാർട്ടികളോ സന്നദ്ധ സംഘടനകളോ ഒക്കെ വാഗ്ദാനം ചെയ്യുന്ന വീടുകൾക്കപ്പുറത്ത് സർക്കാരിന് കൃത്യമായി പണം എത്തിച്ചു നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ, നിരവധി ആളുകൾ സഹായം ചെയ്തിട്ടുണ്ട്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട് നിർമ്മിച്ച് നൽകുക, മറ്റുള്ളവരുടെ വാഗ്ദാനങ്ങൾ ഒക്കെ അവിടെ നിൽക്കട്ടെ. മറിച്ച് ഈ നൽകിയ വീടുകൾ 178 വീടുകൾ എങ്കിലും താമസയോഗ്യമാറ്റുക എന്നതാണ് തന്നെയായിരിക്കണം സർക്കാർ സംവിധാനങ്ങൾ പരിഗണന നൽകേണ്ടത്. അതിനപ്പുറത്ത് ഈ ഉദ്ഘാടനവും താക്കോൽദാനവും ഒക്കെ കൊട്ടിഘോഷിക്കുക എന്നത് മാത്രം പോരാ, അവർക്ക് താമസിക്കാനുള്ള അവസരം എത്രയും വേഗം ഒരുക്കി നൽകണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.